आज की हिंदी कक्षा में सभी को स्वागत है। इन्नते हिंदी क्लाസ്സിലേക്ക് ഏവർക്കും स्वागतम। पिछले कक्षा में हम ओम प्रकाश वाल्मीकि द्वारा लिखा शव यात्रा पढ़ रहे थे। ओम प्रकाश वाल्मीकि हिंदी दलित साहित्य के जाने माने लेखक है। उनकी आत्मकथा झूठन के कारण उनको हिंदी साहित्य में पहचान और प्रतिष्ठा मिली है। शव यात्रा ओम प्रकाश वाल्मीकि की एक दलित रचना है। इसमें निम्न जाति के बारे में लिखा गया है। दलित ही दलित की शोषण करते हैं। चमारों के गांव में बलहारों का एक परिवार था जो जोहड़ के पार रहता था। चमार जो है ऊंचे जाति के हैं और बलहार जो है निम्न जाति के हैं। ये दोनों जाति के बीच का एक सीमा रेखा जोहड़ और इस कहानी के मुख्य पात्र है सूरजा, जिसकी उम्र ढल चुकी थी और उसकी बेटी की नाम संदो, जो शादी के तीसरे साल में ही विधवा होकर घर लौट आई थी अपने पिताजी के पास। सूरजा की घरवाली मरकर 3 साल हो गए थे। पूरी जिम्मेदारियां संधो ने संभाल रखी थी। सूरजा बहुत कमज़ोर थे, फिर भी वो गांव में छोटे मोटे काम करते थे। सूरजा का एक बेटा भी था जो 10-12 साल की उम्र में ही घर छोड़कर भाग गया था। कुछ साल इधर उधर भड़कने के बाद उसे रेलवे में नौकरी लग गई थी और पढ़ने लिखने की ओर आकर्षित किया। इसी तरह उसे हाई स्कूल करके तकनीकी प्रशिक्षण लिया और रेलवे में ही फिटर हो गया था। उनका नाम था कल्लू, जो अब कल्लन हो गया था। इतना ही हम पिछले कक्षा में पढ़े थे। चलते हैं आगे की ओर। जब संदो की शादी हुई थी, सारा खर्च कल्लन ने ही उठाया था। കള്ളന് റെയിൽവേയിൽ ജോലി ലഭിക്കുകയും അതുപോലെ നമ്മുടെ സൂരജ് വളരെ പ്രായമായി ക്ഷീണിച്ച അവസ്ഥയിലാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ മകനായ കള്ളനാണ് എല്ലാ ചെലവും, സന്തോയുടെ കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ ചെലവും വഹിച്ചത്. സൂരജ് കെ പാസ് തോ ഫൂട്ടി കോടി ബി നഹി തി. സൂരജിൻ്റെ കയ്യിലാണെങ്കിൽ ചില്ലി കാശ് പോലും ഉണ്ടായിരുന്നില്ല. ഫൂട്ടി കൗടി എന്ന് പറഞ്ഞാൽ ചില്ലി കാശ്. कल्लन की शादी भी रेलवे कॉलोनी में ही हो गई थी. നമ്മുടെ സൂരജയുടെ മകൻ കള്ളൻ, അവൻ്റെ വിവാഹവും റെയിൽവേ കോളനിയിൽ വെച്ചാണ് നടന്നിരുന്നത്. उसके ससुर भी रेलवे में ही थे. കള്ളൻ്റെ ഫാദർ ഇൻ ലോ, സസുർ എന്ന് പറഞ്ഞാൽ അമ്മായിച്ചൻ, ഫാദർ ഇൻ ലോ റെയിൽവേയിലാണ് ജോലി ചെയ്തിരുന്നത്. उसे पढ़ी लिखी पत्नी मिली थी. നമ്മുടെ കള്ളന് കുറച്ച് വിദ്യാഭ്യാസമൊക്കെ ഉള്ള ഒരു ഭാര്യയെ തന്നെയാണ് ലഭിച്ചത്. ജിസ്കെ കാരണം ഉസ്കെ രഹനെ സഹൻ മേ ഫർക്ക് ആ ഗയാ ത. അതുകൊണ്ട് തന്നെ കള്ളൻ്റെ ജീവിത രീതിയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. ജീവിതത്തിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടായി പഠിച്ചത് കാരണം. उसके जीवन का ढरा ही बदल गया था. എപ്രകാരമാണോ കള്ളൻ ഗ്രാമത്തിൽ ചെറുപ്പകാലത്ത് ജോലി കിട്ടുന്നതിന് മുന്നേക്കെയായിട്ട് ജീവിച്ചത്, ആ ജീവിതമല്ല ഇപ്പോൾ. പഠിച്ച് നല്ല ജോലിയൊക്കെ ലഭിച്ചു, അതുപോലെ നല്ല വിദ്യാഭ്യാസമുള്ള വൈഫിനെ കിട്ടി. അതുകൊണ്ട് തന്നെ അവൻ്റെ ജീവിതം ഒരുപാട് മാറ്റങ്ങളുണ്ടായി. ഉസ്കെ ജീവൻ കാ ഢര ഹി ബദൽ ഗയാ ത. ഢര എന്ന് പറഞ്ഞാൽ രീതിയാണ്. ജീവിതത്തിൻ്റെ രീതി തന്നെ മാറിയിരുന്നു.
गाँव वह യഥാകഥ ഹി ആതാത്ത. ഗ്രാമത്തിൽ ചിലപ്പോഴൊക്കെയാണ് അവൻ വരാറുണ്ടായിരുന്നുള്ളൂ. യഥാകഥ എന്ന് പറഞ്ഞാൽ ചിലപ്പോഴൊക്കെ, കഭി കഭി. लेकिन जब भी वह गाँव आता चमार उसे अजीब सी नज़रों से देखते थे. പക്ഷേ എപ്പോഴൊക്കെയാണോ ഗ്രാമത്തിൽ വരുന്നത് അപ്പോഴൊക്കെ ചമാർ, നമ്മൾ നേരത്തെ പറഞ്ഞു, ചമാർ എന്ന് പറഞ്ഞാൽ ആ ഗ്രാമത്തിലെ കുറച്ച് ഉയർന്ന ജാതിയിൽപ്പെട്ടവരാണ്, ചെരുപ്പ് കുത്തികളാണ്. അവർ വിചിത്രം പോലെ ഒരു ദൃഷ്ടിയിലാണ് നമ്മുടെ കള്ളനെ നോക്കാറ് ഗ്രാമത്തിലേക്ക് വരുന്ന സമയത്ത്. അജീബ് സി നസറോൻ സെ ദക്തേത്തെ. അജീബ് എന്ന് പറഞ്ഞാൽ വിചിത്രമായിട്ട്, നസറോൻ സെ നോട്ടം, ദൃഷ്ടി, ആ നോട്ടത്തോടു കൂടിയാണ് നോക്കാറ്. കല്ലു സെ കള്ളൻ ഹോ ജാനെ കോ വേ സ്വീകാർ നഹി കർ പാ രഹേ തെ. കല്ലു എന്ന പേരിൽ നിന്ന് കള്ളൻ ആയിട്ട് മാറിയതിൽ അവർക്ക് സ്വീകാര്യമായിരുന്നില്ല ആ മാറ്റം. അതവർക്ക് സഹിക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവരത് സ്വീകരിച്ചിരുന്നില്ല. ഉനക്കി ദൃഷ്ടി മേ വഹ് ബി ബൽഹർ ഹി ത. അവരുടെ കാഴ്ചപ്പാടിൽ അവനും താഴ്ന്ന ജാതിയിൽപ്പെട്ട ബൽഹാറിൽപ്പെട്ട ആൾ തന്നെയായിരുന്നു. എത്ര തന്നെ പഠിച്ചാലും ജോലി വാങ്ങിയാലും താഴ്ന്ന ജാതിയിൽ ജനിച്ചത് കാരണം അവനെ താഴ്ന്ന ജാതിക്കാരനായിട്ട് തന്നെയാണ് അവിടെയുള്ളവർ, ആ ഗ്രാമത്തിലുള്ളവർ കാണുന്നത്. സമാജ് വ്യവസ്ഥ മേ സബ്സെ നീച്ചെ യാനി അച്യുതോ മേ ബി അച്യുത്. സാമൂഹിക വ്യവസ്ഥയിൽ വളരെ താഴ്ന്ന, അതായത് അച്യുതോ മേ ബി അച്യുത്, ഏറ്റവും അടിത്തട്ടിലുള്ള, ഏറ്റവും താഴ്ന്ന ജാതിയേക്കാളും താഴ്ന്ന രീതിയിലാണ് അവനെ കണ്ടിട്ടുള്ളത്. പണ്ടുകാലത്ത് ജാതി വ്യവസ്ഥ നിലനിന്നിരുന്നു. നിറത്തിൻ്റെ പേരിലും ജോലിയുടെ അടിസ്ഥാനത്തിലൊക്കെ മനുഷ്യനെ വേർതിരിച്ച് കണ്ടിരുന്നു. ഏറ്റവും വലിയ ഒരു സമസ്യ തന്നെയായിരുന്നു ജാതി വ്യവസ്ഥ. ഒരുപാട് മഹാന്മാരുടെ ഇടപെടൽ കാരണമാണ് നമുക്ക് അതിൽ നിന്നൊക്കെ മോക്ഷം കിട്ടിയത്. നമ്മുടെ ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുന്നേ നമ്മുടെ കേരളത്തിലൊക്കെ ഭേദഭാവ് ഒക്കെ നിലനിന്നിരുന്നു. ഉയർന്ന ജാതിക്കാർ, താഴ്ന്ന ജാതിക്കാർ എന്ന തട്ടിലായിരുന്നു എല്ലാവരും ജീവിച്ചിരുന്നത്. ചട്ടമ്പി സ്വാമി, ശ്രീനാരായണ ഗുരു തുടങ്ങിയ, മഹാത്മാഗാന്ധിജി തുടങ്ങിയ ഒരുപാട് വലിയ വലിയ മഹാത്മാക്കളുടെ ഇടപെടൽ കാരണമാണ് നമുക്ക് ഈ ഒരു അവസ്ഥ ഉണ്ടായത്. ഈ ഒരു നല്ല അവസ്ഥ ഉണ്ടാക്കിയെടുക്കാൻ അവരാണ് പ്രവർത്തിച്ചത്. ഇന്നത്തെ ഒരവസ്ഥ. നമുക്ക് കഥയിലേക്ക് കടക്കാം. गाँव में वह अपने आप को अकेला महसूस करता था. അവൻ ഗ്രാമത്തിൽ വന്നാൽ, നമ്മുടെ കല്ലു അതായത് കള്ളൻ ഗ്രാമത്തിൽ വന്നാൽ ഒരു ഒറ്റപ്പെട്ട അവസ്ഥയായിരുന്നു അവൻ महसूस करता था, അവന് ഫീൽ ചെയ്തിരുന്നത്. പരിവാർ കെ ബാഹർ ഏക് ബി ऐसा വ്യക്തി नहीं था. കുടുംബത്തിന് പുറത്തും അപ്രകാരമുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നില്ല. എപ്രകാരമുള്ള? ജിസസെ വ ദോ ഘടി ബത്തിയ സഖേ. രണ്ട് വാക്ക് സംസാരിക്കാൻ പറ്റിയ ഒരാളും കുടുംബത്തിന് പുറത്ത് ഉണ്ടായിരുന്നില്ല. പരിവാർ കെ ബാഹർ ഏക് ബി ऐसा വ്യക്തി नहीं था ജിസസെ വ ദോ ഘടി ബത്തിയ. ദോ ഘടി ബത്തിയ എന്ന് പറഞ്ഞാൽ 2 നിമിഷം സംസാരിക്കാൻ പറ്റിയ. गाँव के पढ़े लिखे लोग भी उससे कट्टे कट्टे रहते थे. ഗ്രാമത്തിലുള്ള പഠിച്ചവരും അവനിൽ നിന്ന് അകന്നാണ് നിന്നിരുന്നത്. കട്ടേ എന്ന് പറഞ്ഞാൽ അകന്നു നിൽക്കുക.
പഠിച്ചവർ പോലും അങ്ങനെയാണ് ചെയ്തിരുന്നത്, വിദ്യാഭ്യാസമുള്ളവർ പോലും. ആഖിർ വഹ് तो बलहार ही ജോഹഡ് പാർ ഹനെ വാല. എന്നിരുന്നാൽ കൂടി അവൻ ബൽഹാർ എന്ന് പറയുന്ന നിമ്നജാതിയിൽപ്പെട്ടവനായിരുന്നു. ജോഹഡിൻ്റെ അപ്പുറത്ത് കഴിയുന്ന വ്യക്തി. അതുകൊണ്ട് തന്നെ എല്ലാവരും അവനെ ആ രീതിയിലാണ് കണ്ടിട്ടുള്ളത്. ഗാവ് വാലെ ഉസേ കല്ലു ബൽഹാർ ഹി കഹ്കർ ബുലാത്തെ തെ. അവൻ്റെ ഗ്രാമത്തിലുള്ളവരെല്ലാവരും അവനെ കല്ലു ബൽഹാർ എന്നാണ് വിളിച്ചിരുന്നത്. പേരിൻ്റെ കൂടെ ജാതി വെച്ചിട്ടാണ് വിളിച്ചത്. ഉസേ ഈ സംബോധന അച്ഛാ നഹി ലഗ്താ താ. ഈ സംബോധന, ഗ്രാമവാസികളുടെ ഈ ഒരു വിളി അവന് ഇഷ്ടപ്പെട്ടിരുന്നില്ല. നസ്തർ की तरह उसे भींद कर हीन भावना से भर देता था. നസ്തർ की तरह, നസ്തർ എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ ചെയ്യുന്ന കത്തി, ചാക്കു. ഓപ്പറേഷൻ ചെയ്യുന്ന കത്തിയെ പോലെ നമ്മുടെ ശരീരം കീറി മുറിക്കുന്ന പോലെയാണ് അവന് ഇങ്ങനെ വിളിക്കുമ്പോൾ അവന് ഫീൽ ചെയ്യുന്നത്. നസ്തർ की तरह उसे भीद कर എന്ന് പറഞ്ഞാൽ ഭേദിച്ച്, ഹീനഭാവന, മോശമായ ഭാവന നിറയ്ക്കുന്ന തരത്തിലായിരുന്നു. അതായത് ശരീരത്തിൽ കത്തിക്കൊണ്ട് കീറി മുറിച്ച് മോശമായ ഒരു ഭാവന കീറി മുറിച്ച് അതിനകത്ത് നിറയ്ക്കുന്നത് പോലെയായിരുന്നു അവന് ഫീൽ ചെയ്തത്. ഇസ് ബാർ വഹ് കാഫി ദിൻ ബാദ് ഗാവ് ആയാ താ. അങ്ങനെ ഇങ്ങനെയൊക്കെ അനുഭവം അവനുണ്ട്. അതിനൊക്കെ ശേഷം, ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് അവൻ വീണ്ടും ഗ്രാമത്തിൽ വരുന്നത്. ഉസ്നെ ആത്തെ ഹി സൂരജ സെ കഹാ ബാപ്പു മേരെ സാത്ത് ദില്ലി ചലോ. അവൻ വന്നതിന് ശേഷം വീട്ടിലേക്ക് വരികയും സൂരജയോട് പറഞ്ഞു, അതായത് അവൻ്റെ അച്ഛനോട് പറഞ്ഞു, ബാപ്പു മേരെ സാത്ത് ദില്ലി ചലോ. അച്ഛാ, എൻ്റെ കൂടെ ദില്ലിയിലേക്ക് വരൂ. സർക്കാരി മഖാൻ മേ സബ് ഏക് സാത്ത് രഹ് ലേങ്കെ. എനിക്ക് അവിടെ ക്വാർട്ടേഴ്സൊക്കെ ഉണ്ട്, ഗവൺമെൻറ്റിൻ്റെ. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് അവിടെ താമസിക്കാം. ना बेटे, इस आखिरी भक्त में यो घाव क्यों चिड़वावे. ना बेटे, इब आखिरी भक्त में ये घाव क्यों चिड़वावे. ഈ ഒരു ഭാഷ ഒരു നാട്ടുഭാഷയാണ്, ഗ്രാമമാണ്. അവൻ്റെ അച്ഛൻ പറയുകയാണ്, വേണ്ട മോനെ, ഈ ഇബ് എന്ന് പറഞ്ഞാൽ ഈ ഇസ് ആഖിരി ബക്കത്ത് മേ, ഈ അവസാന നിമിഷം, ആഖിരി ബക്കത്ത് എന്ന് പറഞ്ഞാൽ അവസാന നിമിഷം, ഈ ഗ്രാമം എന്തിനാണ് ഉപേക്ഷിച്ച് വരുന്നത്, ചിടുവാവെ, ഉപേക്ഷിക്കുക. പുർക്കോനെ യഹാ മാക്കെ കിസി സമാനെ മേ ഡേറ ഡാലാത്ത. നമ്മുടെ പൂർവികർ, അതായത് എൻ്റെ പൂർവികരൊക്കെ ഇവിടെ ഏതോ ഒരു കാലത്ത്, കിസി സമാനെ മേ, ഇവിടെ വന്നിട്ട്, യഹാം ആക്കെ, യഹാം ആഖർ, ആക്കെ എന്ന് പറഞ്ഞാൽ യഹാം ആഖർ, ഏതോ ഒരു കാലത്ത്, സമാനമേ ഡേറ ഡാലാത്ത, ഇവിടെ തമ്പടിച്ചിട്ടുള്ളതാണ്. അതായത് പൂർവികരൊക്കെ ഇവിടെ തന്നെയാണ്, ഈ മണ്ണിൽ തന്നെയാണ്. യഹി മർ കപ്പ് ഗയേ ഇസ് മാട്ടി മേ ഇസ് ജോഹഡ് കി ढोंग पे रह के ജിന്ദഗി കാട്ട് ദി. അവരിവിടെ തമ്പടിക്കുകയും പൂർവികരൊക്കെ ഇവിടെയാണ് ജീവിച്ച് മരിച്ചത്, ഈ മണ്ണിൽ. യഹി മർ കപ്പ് ഗയേ, ഈ മണ്ണിനടിയിൽ, ഇസി മാട്ടിമേ, ഈ മണ്ണിൽ, ഇസ് ജോഹഡ് കി ढांग पे रह के ജിന്ദഗി കാട്ട് ദി. ഈ ജോഹഡിൻ്റെ തീരത്ത് ആണ് അവർ ജീവിതം, ജിന്ദഗി എന്ന് പറഞ്ഞ ജീവിതം കഴിച്ചു കൂട്ടിയത്. കാട്ട്ന, ജിന്ദഗി കാട്ട്ന. ഇബ് കഹാ ജാങ്കെ, ഇപ്പോൾ എവിടെ പോകാനാണ്. സൂരജ നെ ആംഖേ മിച്ച് മിച്ചാക്കർ അപ്നെ മൻ കി ബാത് കഹി തി. സൂരജ തൻ്റെ കണ്ണുകൾ അടച്ചിട്ടാണ്, മിച്ച് മിച്ചാക്കർ എന്ന് പറഞ്ഞാൽ കണ്ണ് അടയ്ക്കുക, തൻ്റെ ഉള്ളിലുള്ള, മനസ്സിലുള്ള കാര്യം പറഞ്ഞത്. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് അദ്ദേഹം കണ്ണടച്ചുകൊണ്ടാണ്. ജൈസെ അധികമേ വ കുച്ച് ഢൂണ്ട് രഹാ താ.
കഴിഞ്ഞു പോയ കാലം അതീത് എന്തൊക്കെയോ അദ്ദേഹം അന്വേഷിക്കുന്നത് പോലെയാണ്, കണ്ണടിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. कल्लन ने संदो की आरे देखा. कल्लन നമ്മുടെ സന്തോക്ക് നേരെ നോക്കി. वो तो चाहती थी इस जहालत से छुटकारा मिले. നമ്മുടെ സന്തോ ആഗ്രഹിച്ചത് എന്താണ്? ഈ ജഹാലത്ത്. ഇസ് ജഹാലത്ത് എന്ന് പറഞ്ഞാൽ ഈ നരകം. ഈ നരകത്തിൽ നിന്ന് എങ്ങനെയും മോക്ഷം കിട്ടണമെന്ന് ആണ് നമ്മുടെ സന്തോ ആഗ്രഹിക്കുന്നത്. लेकिन बापू की बात काटने का उसमें ना कभी पहले हौसला था ना अब है. പക്ഷേ തൻ്റെ അച്ഛൻ്റെ വാക്ക് ധിക്കരിക്കാൻ, എതിർക്കാൻ, ബാത് കാട്ടനെ കാ ഉസ്മേ ന കബി പെഹലെ ഹോസല ത, മുമ്പും ധൈര്യം ഉണ്ടായിരുന്നില്ല. ഹോസല, ധൈര്യം, ഹിമ്മത്ത്, ന അബ് ഹെ, ഇപ്പോഴും ഇല്ല. ബസ് ചുപ്ചാപ്പ് ബേഡ്കർ पैर के अंगूठे से मिट्टी കുറിയതിനെ ലഗീത്തി. അവിടെ അവൾ സന്തോ മിണ്ടാതെ ഇരുന്നിട്ട് തൻ്റെ കാലിലെ തള്ളവിരൽ ഉപയോഗിച്ച് മണ്ണിൽ എന്തൊക്കെയോ വരച്ചുകൊണ്ടേയിരുന്നു. അങ്കൂട്ടേസെ മിട്ടി ഖുറേദന. ഖുറേദന എന്ന് പറഞ്ഞാൽ തള്ളവിരൽ കൊണ്ട്, അങ്കൂട്ടെ തള്ളവിരൽ, ഖുറോദന എന്ന് പറഞ്ഞാൽ വരയ്ക്കുക എന്നാണ് അർത്ഥം. അവൾക്ക് എതിർത്ത് സംസാരിക്കാൻ ധൈര്യമുണ്ടായിരുന്നില്ല. आज की कक्षा इतना ही. आशा करता हूँ आप लोगों को समझ में आया है. धन्यवाद.